നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തെ അടക്കി ഭരിക്കുന്ന ജൂതന്മാരെ വെല്ലുവിളിക്കാൻ ഒരു ശക്തിക്കുമാകില്ലെന്ന അഹങ്കാരത്തിനിട്ട് തട്ടുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ. ഒരു വർഷക്കാലമായി തുടരുന്ന ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിൽ ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിക്കാൻ സൗദി ഇപ്പോൾ മടി കാണിച്ചിട്ടില്ല. വർഷങ്ങളായി തുടരുന്ന അറബ് ഇസ്രയേൽ സംഘർഷ ഭൂമിയിൽ നിന്നുകൊണ്ട് സൗദി ഫലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി സംസാരിക്കുന്നു. ലോകമേ ഇത് കാണൂ. ലെബനിലെത്തിയ സംഘർഷത്തിൽ നിർണായക ഇടപെടലുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ജെറുസലേം തലസ്ഥാനമായ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രയേലുമായി സൗദി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു കഴിഞ്ഞു. റിയാദിൽ നടന്ന ഷൂറ കൗൺസിൽ വാർഷിക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൗദിയുടെ ആശങ്കകളിൽ പ്രധാനപ്പെട്ടത് ഫലസ്തീൻ പ്രശ്നമാണെന്നും ആഭ്യന്തര വിദേശ നയങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടാതെ ഫലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേൽ അധിനിവേശ കുറ്റകൃത്യങ്ങളെ ശക്തമായി അദ്ദേഹം അപലപിക്കുകയും ചെയ്തു. ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നും ഇത് യാഥാർത്ഥ്യമാകാതെ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കില്ലെന്നും അദ്ദേഹം കൂടുതൽ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച മറ്റു രാജ്യങ്ങൾക്ക് നന്ദി അറിയിക്കാനും സൽമാൻ മറന്നില്ല. നയതന്ത്ര പരിഹാരങ്ങളിലൂടെ പ്രാദേശിക രാജ്യാന്തര സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് സൗദി അറേബ്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അറബ് ലോകത്തെ ശക്തനായ നേതാവായി മാറുകയാണ് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. സൽമാൻ രാജാവ് അനാരോഗ്യം കാരണം വിട്ടുനിൽക്കുന്ന വേളയിൽ രാജ്യത്തിന്റെ സുപ്രധാന യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നതും ബിൻ സൽമാൻ തന്നെയാണ്. അദ്ദേഹം ഇസ്രയേലിനെതിരെ നടത്തിയ പ്രസ്താവനയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ പ്രധാന വാർത്തയും. ഗാസയിൽ ഫലസ്തീൻകാർക്കെതിരെ ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങളിൽ കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേലിനെതിരെ കടുത്ത വാക്കുകളുമായി സൗദി രംഗത്തെത്തുന്നത്. ഇസ്രയേലിനെതിരെ സംസാരിക്കുന്നവർക്ക് സ്വീകാര്യത കൂടുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇറാൻ, ഹിസ്ബുള്ള, ഹൂത്തി തുടങ്ങി ഷിയ വിഭാഗത്തിൽപ്പെട്ടവർ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചവരെയാണ് ബിൻ സൽമാൻ സ്വരം കടുപ്പിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള ചർച്ചകളായിരുന്നു ഇസ്രയേൽ നടത്തിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ മിന്നലാക്രമണം ഇസ്രയേലിന്റെ എല്ലാ ലക്ഷ്യങ്ങളെയും തകിടം മറിച്ചു. ഇസ്രയേലും സൗദി അറേബ്യയും നടത്തിവന്ന ചർച്ച ഇതോടെ നിലച്ചുപോയി. മാത്രവുമല്ല, പശ്ചിമേഷ്യയിലും മറ്റു മേഖലകളിലും ഇസ്രായേലിനെതിരായ വികാരം ശക്തിപ്പെടുത്താനും കാരണമായി. മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലിനെ അകറ്റി നിർത്തുകയായിരുന്നു സമീപകാലം വരെയുള്ള കാഴ്ച. ഈജിപ്തും ജോർദാനും മാത്രമായിരുന്നു ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നത് പോലും. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ നടത്തിയ ചർച്ചയെ തുടർന്ന് UAEയും ബഹ്റിനും ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചു. തൊട്ടു പിന്നാലെയായിരുന്നു സൗദിയുമായുള്ള ചർച്ച നടന്നത്. സൗദിയുമായി മികച്ച ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചാൽ ഇസ്രയേലിന് അത് വലിയ നേട്ടവുമാണ്. ഹമാസ് ഇസ്രയേൽ യുദ്ധം തുടങ്ങിയതോടെ പശ്ചിമേഷ്യയുടെ ചിത്രം ഒട്ടാകെ മാറി. ഷിയ ആഭിമുഖ്യമുള്ള രാജ്യങ്ങളും സംഘങ്ങളും ഇസ്രയേലിനെതിരെ നിലപാട് ഘടിപ്പിച്ചു. ഇസ്രയേലുമായി അടുക്കുന്ന ചർച്ചകൾ നടന്നുവരികയാണെന്ന് നേരത്തെ പറഞ്ഞ സൗദി കിരീടാവകാശി ഇപ്പോൾ ഉപാധികൾ വെച്ചിരിക്കുകയാണ്. സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം നിലവിൽ വരണം, ജെറുസലേം തലസ്ഥാനമാകണം എന്നീ 2 കാര്യങ്ങളാണ് ബിൻ സൽമാൻ രാജകുമാരൻ ഷുറ കൗൺസിൽ പറഞ്ഞത്. ഈ 2 കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കൂ എന്നാണ് രാജകുമാരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സൗദി രാജാവിന്റെ അഭാവത്തിൽ ഷൂറ കൗൺസിലിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ബിൻ സൽമാൻ. അതേസമയം സൗദിയോടൊപ്പം തന്നെ ഒമാനും ഇസ്രയേലിനെതിരെ നിലപാട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇറ്റലിയിൽ വെച്ച് നടക്കുന്ന ബ്ലീച്ച് ക്ലബ് വേൾഡ് കപ്പിൽ നിന്ന് ഒമാൻ പിന്മാറിയത് ഈ കാരണത്താലാണ്. ഇസ്രയേലിന് മത്സരിക്കാൻ അവസരം നൽകിയതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഒമാന്റെ നടപടിയെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ അപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേലുമായി ഒരു വേദിയിലും ഒത്തുപോകേണ്ടതില്ല എന്നാണ് ഒമാന്റെ നിലപാട്. ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിൽ ഔപചാരികമായ നയതന്ത്ര ബന്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. 1947-ൽ ഫലസ്തീനായുള്ള ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതിക്കെതിരെ സൗദി അറേബ്യ വോട്ട് ചെയ്തിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾക്കിടയിൽ വളരുന്ന ഇസ്രയേലിനോട് കടുത്ത വിയോജിപ്പാണ് സൗദിക്കുണ്ടായിരുന്നത്. എന്നിരുന്നാലും 2023-ലെ കണക്കുകൾ അനുസരിച്ച് ഇസ്രയേൽ സൗദി ബന്ധം വളരുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇരുപക്ഷത്തിന്റെയും മധ്യസ്ഥനായി ഇവിടെ നിന്നതാകട്ടെ സാക്ഷാൽ അമേരിക്കയും. അറബ് ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി നിന്നത് ഫലസ്തീൻ ജനതയ്ക്കൊപ്പം തന്നെയാണ്. സൗദി അറേബ്യ ഇസ്രയേലിനെതിരായ അറബി ലീഗിനെ തന്നെയാണ് പിന്തുണച്ചത്. അതുപോലെ ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിനോടുള്ള സൗദിയുടെ ഔദ്യോഗിക നയം ഫലസ്തീനിയൻ അറബികളെ പിന്തുണയ്ക്കുന്നതുമാണ്. മാത്രവുമല്ല, 1948-ലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിന് ശേഷവും സൗദി അറേബ്യ ഫലസ്തീനോട് അനുഭാവം പുലർത്തുന്ന പ്രവണത കാണിച്ചിട്ടുണ്ട്. എപ്പോഴും സൗദി അറേബ്യ സംഘർഷത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും സൗഹൃദപരമായ സമീപനത്തിൽ ഊന്നൽ നൽകുകയുമാണ് ചെയ്തത്.
എന്നാൽ പശ്ചിമേഷ്യ യുദ്ധക്കളമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിനെതിരെ വലിയ വിമർശനവുമായി സൗദി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ വലിയ സംഘർഷാവസ്ഥയാണ് പശ്ചിമേഷ്യയിലുള്ളത്. ലെബനനിൽ നിരവധി ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെടാൻ കാരണമായ പേജർ വാക്കി ടോക്കി സ്ഫോടനം ആസൂത്രണം ചെയ്തത് ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദാണെന്ന് ഏകദേശം തെളിഞ്ഞു കഴിഞ്ഞു. എന്തിന് മലയാളിയായ യുവാവിലേക്ക് പോലും സംശയങ്ങൾ എത്തിയിരിക്കുകയാണ്. ലെബനനിലെ പേജർ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം മലയാളിയായ നോർവീജിയൻ പൗരൻ റിൻസൺ ജോസിലേക്കും എത്തിക്കഴിഞ്ഞു. സ്ഫോടനത്തിന് ഉപയോഗിച്ച പേജറുകൾ വാങ്ങാൻ ഇസ്രയേലിനെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ റിൻസൺ ജോസ് എന്ന 39-കാരനും ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. ഒരു ബൾഗേറിയൻ ഷെൽ കമ്പനിയുടെ ഉടമയാണ് റിൻസൺ. അദ്ദേഹമാണ് ഇസ്രയേലിന്റെ ഷെൽ കമ്പനിയെന്ന് സംശയിക്കുന്ന ഹംഗറിയിലെ BAC കൺസൾട്ടിംഗിൽ നിർമ്മിച്ചുവെന്ന് കരുതപ്പെടുന്ന പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറാൻ ഇടനിലക്കാരനായതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. പേജർ സ്ഫോടനം ഉണ്ടായ ദിവസം മുതൽ റിൻസനെ കാണാനില്ലെന്നാണ് വിവരം. പേജറുകൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്താനുള്ള ഇസ്രയേലിന്റെ രഹസ്യ ഗൂഢാലോചനയെക്കുറിച്ച് റിൻസന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ഇസ്രയേലി സുരക്ഷാ ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളായിരുന്ന ക്യാന ആർസിഡിയാക്കാണോ ബർസണി എന്നും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. കേരളത്തിൽ ജനിച്ച റിൻസൺ ജോസ് നോർവേ പൗരനാണ്. നോർവേ പോലീസാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചത്. റിൻസൺ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള നോട്ട ഗ്ലോബൽ 2022 ഏപ്രിലാണ് സ്ഥാപിതമായത്. ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലെ ഒരു റെസിഡൻഷ്യൽ വിലാസത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവർ മുഖേനയാണ് ഇസ്രയേലിന്റെ ഷെൽ കമ്പനി എന്ന് സംശയിക്കുന്ന ഹംഗറിയിലെ BAC കൺസൾട്ടിംഗിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് പേജറുകൾ കൈമാറിയത്. ഒപ്പം പേജറുകളുടെ പണമിടപാടും റിൻസന്റെ നോട്ട ഗ്ലോബൽ വഴിയാണ് നടന്നിട്ടുള്ളതെന്നും ബൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടുകൾ പുറത്തു വന്ന ശേഷം നോട്ട ഗ്ലോബൽ വെബ്സൈറ്റും അപ്രത്യക്ഷമായി. സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് BAC കൺസൾട്ടിംഗ് കടലാസ് കമ്പനി മാത്രമാണ്. അവരുടെ ലോജിസ്റ്റിക് എല്ലാം തന്നെ കൈകാര്യം ചെയ്തിരുന്നത് നോട്ട ഗ്ലോബലാണ്. അതേസമയം BAC കൺസൾട്ടിംഗിന്റെ ഉടമയും CEOയുമായ ക്രിസ്ത്യാനോ ആർസിഡിയാക്കോണോ ബാർസണിയും ആരോപണത്തോട് പ്രതികരിച്ചിട്ടില്ല. തന്റെ കമ്പനി ഗോൾഡ് അപ്പോളോയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ പേജറുകളുടെ നിർമ്മാണവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ബുധനാഴ്ച അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുമെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് ലെബന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദഹിയയിലും കിഴക്കൻ തെക്ക് താഴ്വരയിലും നടന്ന സ്ഫോടനങ്ങൾ ലോകത്തെയും ഹിസ്ബുള്ളയെ പോലും ഞെട്ടിച്ചത്. ഇറാന്റെ പിന്തുണയോടെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന പേജറുകളിൽ അവരറിയാതെ സ്ഫോടക വസ്തുക്കൾ വെച്ച് നടത്തിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. സ്ഫോടനത്തിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത മിക്കവരും ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടവരാണ്. കടകളിൽ നിൽക്കുമ്പോഴും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴും വീട്ടിലോ ബാർബർ ഷോപ്പിലോ നിൽക്കുമ്പോഴും ഒക്കെയാണ് ഇവരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ലെബനൻ ആരോഗ്യ വകുപ്പ് മന്ത്രി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആളുകളുടെ മുഖത്തും കൈകളിലും വയറിലുമാണ് ഏറ്റവും അധികം പരിക്കേറ്റിട്ടുള്ളത്. മൊബൈൽ ഫോണുകൾ ഇസ്രയേൽ ഹാക്ക് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരമൊരു ആക്രമണം ഭയന്നാണ് ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി പേജറുകൾ തിരഞ്ഞെടുത്തത്. എന്നാൽ ഈ ആക്രമണം സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ളയെ പ്രവർത്തകർ ഉപയോഗിച്ച ആയിരക്കണക്കിന് പേജറുകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ വെക്കാനും ഡിവൈസ് ഹാക്ക് ചെയ്ത് ബാറ്ററി അധികമുള്ള ചൂടാക്കി സ്ഫോടനം സാധ്യമാക്കിയത് ഈ പേജറുകളുടെ സപ്ലൈ ചെയിനകത്ത് കടന്നുകയറിയതിലൂടെയാണ് എന്നുമാണ്. US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ വിദഗ്ധൻ ദിമിത്രി അൽപോറോയിച്ച് പറയുന്നതനുസരിച്ച് ചരിത്രത്തിൽ ഏറ്റവും വലിയ സപ്ലൈ ചെയിൻ ആക്രമണങ്ങളിൽ ഒന്നാകും ലെബനനിൽ നടന്നിട്ടുള്ളത് എന്നാണ്. ആക്രമണ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുതെന്നും പകരം ആശയവിനിമയത്തിനായി പേജറുകൾ ഉപയോഗിക്കാമെന്നും നിർദ്ദേശിക്കുന്നതെന്നാണ് BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഹിസ്ബുള്ള പുതുതായി വാങ്ങിയ പേജറുകളിൽ ഇസ്രയേൽ സ്ഫോടക വസ്തുക്കൾ വെച്ചാണ് സ്ഫോടനം നടത്തിയത്. ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ സ്ഫോടക വസ്തു ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഹിസ്ബുള്ള പ്രവർത്തകർ തന്നെ പറയുന്നതനുസരിച്ച് സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു മുമ്പായി പേജറുകളിൽ നിന്ന് ബീപ്പ് ശബ്ദം ഉണ്ടായിട്ടുണ്ട്. ഹിസ്ബുള്ളയും ഇസ്രയേലും പരസ്പരം പോർവിളിയുയർത്തിയ ഈ സാഹചര്യത്തിലാണ് സൗദി അറേബ്യ, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ സ്വാധീന ശക്തിയുള്ള സൗദി ഇപ്പോൾ ഇസ്രയേലിനെതിരെ രംഗത്തെത്തിയത്. വരും നാളുകളിൽ പശ്ചിമേഷ്യയിൽ എന്തായിരിക്കും സംഭവിക്കുക? പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം. നന്ദി.